ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡ്രീം കേക്ക് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതെ, ഞാൻ 10 രൂപയുടെ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ബിസ്ക്കറ്റ് ഉള്ളിലെ ക്രീം ഒന്ന് മാറ്റി വെക്കാം, നമുക്ക് ആവശ്യം വരും. എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗളിലേക്ക് ക്രീം മാറ്റി വെച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പറ്റുക ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർക്കട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഡ്രീം കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കട്ട പിടിക്കാത്ത രൂപത്തിൽ കുറച്ചായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കണം. അതായത് അധികം വെള്ളം കൂടാനും പാടില്ല, അധികം കട്ടാവാനും പാടില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിൽ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ അപ്പോൾ അതേ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ശ്രദ്ധിക്കുക, കട്ട പിടിക്കാണ്ട് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതേ ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതായത് നല്ല സോഫ്റ്റ് കിട്ടാനും കൂടിയാണ് കേട്ടോ ഒഴിക്കണേ. അപ്പോൾ മുട്ട ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതേ കുക്കറിൽ കുറച്ച് കടലാസം തൽക്കാലം വെച്ച് വെക്കണേ, ബട്ടർ പേപ്പറൊന്നും ഇല്ല. അപ്പോൾ ഓയിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിന് വിസിൽ വെക്കണ്ട കേട്ടോ. അത് വെക്കാണ്ട് അതിൽ ആവി പോണത് ശ്രദ്ധിക്കണം. ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ, കാരണം അധികമില്ല. പിന്നെ തീ ഒന്ന് സിമ്മാക്കി വെക്കണം കേട്ടോ. വേറെ അതിന് വേണ്ട ക്രീം നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, തീർന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ അതിന് പകരമായിട്ട് പാലിൽ പഞ്ചസാര ആവശ്യത്തിനിടാം. അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇടാം. പിന്നെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഇടാം കേട്ടോ. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കുറുക്കാക്കി എടുക്കണം. പിന്നെ കുറുക്കാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് ക്രീമിന് പകരമായിട്ട് യൂസ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ട്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ പകരം ഞാൻ ചെയ്യുന്നത് ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീമിൽ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഇട്ടിട്ട് നല്ലോണം ക്രീമി പരുവത്തിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എന്താ 20 രൂപക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ശരിക്കും ചോക്ലേറ്റിൻ്റെ അതേ ഫ്ലേവർ തന്നെ കിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടാണ്, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാലിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ലൈനാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ച ക്രീമില്ലേ, അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ ഇതും ആക്കി വെച്ചത് അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഡയറി മിൽക്കിൻ്റെത് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാലും അതൊന്ന് സെറ്റാവുള്ളൂ ഇരുന്നിട്ട്. എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന നട്ട്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല, ഓപ്ഷനിലാണ് കേട്ടത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി അതുപോലെ ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആ ചോക്ലേറ്റും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കൊക്കോ പൗഡറുള്ളൊരു കൊക്കോ പൗഡർ ഇടുക, അല്ലാത്തൊരു ബൂസ്റ്റ് ഇടുക. അപ്പോൾ അത് ഞാൻ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടിട്ടേക്കണത്, അതിട്ടിട്ട് ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, കറക്റ്റ് സെറ്റായി വന്നു. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.